ആറ്റിലെ തോട്ടിലൊക്കെ പോയി രാത്രി ടോർച്ച് കടിച്ചു പോയിക്കെങ്കിൽ മൊയിനും ഡാഫ്നിയും എല്ലാം കയറി വരും. പക്ഷെ അങ്ങനെ വരുമ്പോൾ അതിനകത്തൂടെ നമുക്ക് ആവശ്യമില്ലാത്ത പല ബാക്ടീരിയകളും ബാക്കിയൊക്കെ വരും. അത് നമ്മളെ ടാങ്കിൽ വന്നു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ പ്യുവർ കൾച്ചറിലോട്ട് എത്തിയത്. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പം വൈൽഡിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ എല്ലാം കൂടെ മിക്സ്ഡ് ആയിരിക്കും. അപ്പം അതിൽ നിന്ന് നമ്മൾ പ്യുവറായിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുമ്പോൾ അത് കുറച്ചുകൂടി സേഫ് ആയിരിക്കും. പിന്നെ ലൈവ് കൾച്ചേഴ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇപ്പം മൊയിൻ ആയിക്കോട്ടെ, ഡാഫ്നി ആയിക്കോട്ടെ, മൈക്രോവം ആയിക്കോട്ടെ, ഗ്രിൻഡൽവാം ആയിക്കോട്ടെ, ഏതായാലും നമ്മൾ വാഷ് ചെയ്തിട്ടേ കൊടുക്കാം. പലരും ഞാൻ ഗ്രിൻഡൽവാം ഗ്രിൻഡലല്ല വിനാഗിരിയിൽ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ബ്രീഡർ ഇത് ഡയറക്റ്റ് കൊണ്ടുപോയി പുള്ളിയുടെ ബ്രീഡിംഗ് ടാങ്കിനകത്ത് വീഴുകയും മൊത്തം ഡാമേജ് വരികയും ചെയ്തു. ഒരു കാരണവശാലും നമ്മളുടെ മദർ കൾച്ചറിൽ നിന്ന് ഡയറക്റ്റ് മൊയിന കൾച്ചർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഡാഫ്നിയ കൾച്ചർ ചെയ്യുമ്പോൾ ഏത് ചെയ്യുമ്പോഴും അതിൽ നിന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ടാങ്കുകളിൽ വീത്തരുത്. എപ്പോഴും എന്ത് ചെയ്യുക, അതിനെ ഫ്രഷ് വാട്ടറിൽ കൊണ്ടുവന്ന ശേഷം മാത്രമേ വീത്താവൂ. കാരണം ഇത് കൾച്ചർ ചെയ്യുമ്പോൾ അമോണിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലായിരിക്കും. അത് ഈസ്റ്റ് കലർന്ന വെള്ളമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ട് കുറച്ചെങ്കിലും നമ്മുടെ ടാങ്കിനകത്ത് വീഴുമ്പോൾ എന്ത് ചെയ്യുക, വാട്ടർ പാരാമീറ്റേഴ്സ് ചേഞ്ച് ആവും. കുട്ടികൾക്ക് അത് വലിയ രീതിയിൽ, കുഞ്ഞു കുട്ടികൾക്കാണല്ലോ നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കാണുന്നത് ആർട്ടിമെ ഹാക്ക് ചെയ്യുമ്പോൾ, ആർട്ടിമെ സ്വിച്ചൊക്കെ ഹാക്ക് ചെയ്തിട്ട് പലരും എന്ത് ചെയ്യും, വാഷ് ചെയ്യാതെയൊക്കെ കൊടുക്കുന്ന ഒരു രീതി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.